ഇന്നലെ പുതുതായിട്ട് വന്ന ഒരു അംഗവും പറയുന്നുണ്ട്, പച്ചയായ വർഗീയത നമ്മളിവിടെ പറഞ്ഞു എന്നാണ്. ഏത് കാലത്ത്? ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഈ കേരളത്തില് സ്വയംഭൂവായിട്ട് വന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ തീഷ്ണമായ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം മാത്രമല്ല, രാമകൃഷ്ണൻ ഉൾപ്പെടെ, മണിയാശാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന വളരെ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷത്തുമുണ്ട്. ഈ കേരളത്തിൽ വർഗീയതയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും അർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ എക്കാലത്തും RSSന്റെ വോട്ട് വേണ്ടാന്ന് പരസ്യമായിട്ട് ഈ കേരളത്തോട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിങ്ങൾ സ്വീകരിക്കോ? ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട. ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് സംസാരിച്ച ആരെങ്കിലും ഇന്ത്യൻ യൂത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടോ UDFന്റെ ഭാഗമായിട്ടോ ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയോ? എന്താ നിങ്ങൾ പറയാത്ത? ഈരാറ്റുപേട്ട നഗരസഭയില് UDFന്റെ സഖ്യകക്ഷിയായിട്ടാ കഴിഞ്ഞ നഗരസഭാ ഇലക്ഷനുകൾ മത്സരിച്ച്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടാ മത്സരിച്ച്. ഇപ്പൊ അവിടെ ഭരിക്കുന്ന എങ്ങനെയാ? ആരാ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന? ആരാ? ഞങ്ങൾക്കറിയാം. സംഘപരിവാറിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും ലക്ഷ്യം എന്താണെന്ന് പറയാം. ഒരു പിണറായി വിരുദ്ധ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി. ഒരു ഭാഗത്ത് RSS പിണറായി വിജയൻ ഹിന്ദുവിനെതിരെ, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാം SDPI പിണറായി വിജയൻ മുസ്ലിമിനെതിരെ. കേരളത്തിൽ ഇങ്ങനെ സംഘടിതമായ ഒരു നീക്കം നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.